എന്തെങ്കിലുമൊക്കെ നന്മക്ക് വേണ്ടി കൊടുത്തിട്ടാൽ അതവിടെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ നമ്മളുടെ യഥാർത്ഥ തറവാട് സ്വർഗാണ്. അതാണ് നമ്മുടെ സ്വദേശം. അങ്ങോട്ടെത്തണം. അതിന് നമ്മൾ ചില ഗുണങ്ങൾ ഉണ്ടാകണം. ഖുർആൻ പലയിടങ്ങളിൽ ആ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖംസത്തും മിൻ അഅലാമി അഹ്ലിൽ ജന്ന, 5 ഗുണങ്ങൾ സ്വർഗ്ഗക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. ഏതൊക്കെയാണ് 5 ഗുണങ്ങൾ? ഏതൊക്കെയാണ് 5 ഗുണങ്ങൾ? 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ മുഖമാണ്. 2ാമത്തേത് വഖൽബുൻ റഹീം, നല്ല കരുണയുള്ള ഒരു ഹൃദയമാണ്. 3ാമത്തേത് വലിസാനുൽ ലതീഫുൻ റത്ബും മിൻ ദിക്രില്ലാഹ്, ദിക്റുല്ലാഹി കൊണ്ട് പച്ചയായ നാവാണ്. 4ാമത്തേത് വജ്തിനാബുൽ മഹാരിമി, ഹറാമായ കാര്യങ്ങളിൽ നിന്നങ്ങ് വിട്ടു നിൽക്കലാണ്. 5ാമത്തേത് വഖുലുഖുൻ ഹസനുൻ, സ്വൽസ്വഭാവമാണ്. ഈ ഒരു 5 ഗുണം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1 വജ്ഹുൻ ഹസനുൻ, പ്രസന്നമായ ഒരു മുഖം. നമ്മൾ പറയാറുണ്ടല്ലോ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയാറില്ലേ? മുഖം, പ്രസന്നമായ മുഖം. പ്രസന്നമായ മുഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന, അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു മുഖം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവമാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നീ നിസാരായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുലീഖ്, അതേ നിന്റെ കൂട്ടുകാരന്റെ മുഖം കാണുമ്പോ, സഹോദരി നിന്റെ കൂട്ടുകാരിയെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ച് അഭിസംബോധനം ചെയ്യലാണെങ്കിൽ പോലും അതൊരു മഅറൂഫാണ്, അതൊരു സദഖയാണ്. നിസാരാക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുഞ്ചിരിയിലൊന്നും ആരും പിശുക്ക് കാണിക്കരുത്. മുഖം എപ്പോഴും വീർപ്പിച്ചിരിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവിനോട് എന്തോ പറഞ്ഞു, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ പേരിൽ പിന്നെങ്ങനെ മണിക്കൂറുകളോളം മുഖം വീർപ്പിച്ചിരിക്കുക. ശരിയല്ല. ആ വീട്ടിൽ റഹ്മത്ത് ഇറങ്ങൂല. ഭർത്താവിനോട് ഭാര്യ എന്തോ ഒന്ന് പറഞ്ഞു, അതവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല, അതോടുകൂടെ പിന്നെ മുഖം വീർപ്പിച്ചു. പിന്നെന്ത് ചോദിച്ചാലും മിണ്ടില്ല. പിന്നെ കുറച്ച് ദിവസത്തേക്കല്ലേ, കുറച്ച് നേരത്തേക്ക് ആ ഒരു ഗൗരവത്തിൽ അങ്ങനെ നിൽക്കുക. ശരിയല്ല. മനുഷ്യൻ അവന്റെ ഹൃദയത്തെ വിശാലമാക്കണം. മുഖം പ്രസന്നമായിരിക്കണം. മുഖം പ്രസന്നമായിരിക്കുന്നവർക്ക് മനസ്സിൽ നിന്ന് ടെൻഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിന്റെ പ്രശ്നങ്ങൾ, ടെൻഷനുകൾ, അസ്വസ്ഥതകൾ തീരാനുള്ള വെള്ളത്തിൽ ഉപ്പ് ഉരുകുന്നത് പോലെ ടെൻഷൻ ഉരുകാനുള്ള വഴിയാണ് പറയുന്നത് മുഖപ്രസന്നത. അങ്ങനെയാണ് സഹോദര സഹോദരി, ഗമ്മും ഹമ്മും, മനസ്സിന്റെ ടെൻഷനുകൾ, ക്ലേശങ്ങൾ, അതെല്ലാം യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിലെ ഉപ്പ് ഉരുകുന്നത് പോലെ ടെൻഷനുകൾ ഉരുകിത്തീരുന്നതാണ് മുഖം പ്രസന്നമായിരുന്നാൽ. അള്ളാഹു ആ ഒരു ഗുണം നമുക്ക് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, ഒരു മുഅ്മിനെ കാണുമ്പോൾ സലാം പറയാ യോഗ്യനാണെങ്കിൽ ഒന്ന് മുഖപ്രസന്നതയോടുകൂടെ ആ കൈ പിടിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഈ ഒരു വാക്ക് പറയലോടുകൂടെ എത്ര റഹ്മത്താ നമുക്ക് കിട്ടുന്നത്, എത്ര മഗ്ഫിറത്താ നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് അതൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യരുമായുള്ള ബന്ധങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം അല്ലാഹുവിന്റെ ദീനിലുണ്ട്. അതൊരുപാട് കൂലി കിട്ടാൻ കാരണമാകുന്ന കാര്യം അള്ളാഹു ആക്കിയത് അതുകൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. സ്ത്രീകൾ പരസ്പരം, പുരുഷന്മാർ പരസ്പരം കണ്ടാൽ സലാം പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലിയ സംഗതിയാണ്, അത് ചെറുതല്ല. ഞാനത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മുഅ്മിനീങ്ങളെ. അള്ളാന്റെ 100 റഹ്മത്താണ് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ കൈപിടിച്ച് സലാം പറയലോടെ, അതിന് സലാം മടക്കലോടുകൂടെ അവർക്കിടയിൽ ഇറങ്ങുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ.
ഇന്നൽ മുഅ്മിന ഇദാ ലഖിയ അഖാ ഫസാഫഹു ഫസല്ലമഹു നസലത് ബൈനഹും മിഅതു റഹ്മാ. ഒരു മുഅ്മിൻ തന്റെ സഹോദരനെ കണ്ടുമുട്ടി സലാം പറയാൻ അയാൾ യോഗ്യനാണ്. അവനോട് സലാം പറഞ്ഞു, അതിനയാൾ സലാം മടക്കി കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു. ഇതാ ഈ ഒരു കാര്യം കൊണ്ട് നസലത്ത് ബൈനഹും മിഅതു റഹ്മാ, റബ്ബിന്റെ 100 കാരുണ്യമാണ് അവർക്കിടയിൽ ഇറങ്ങുന്നത്. അള്ളാന്റെ കാരുണ്യം ആവശ്യമില്ലാത്തവരാരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? അള്ളാന്റെ റഹ്മത്ത് ആവശ്യമില്ലാത്തവരാരാ ഉള്ളത്? മുത്ത് റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും നിങ്ങളെ അമലുകൊണ്ട് നേരാണ്ട് സ്വർഗത്തേക്ക് പോകുന്നു വിചാരിക്കണ്ട. അമലുകൊണ്ട് നേരാണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നു വിചാരിക്കണ്ട. ഒരാളും അയാളെ അമല് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂല. അപ്പൊ സഹാബികൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളോ? നബിയെ നിങ്ങളോ? നിങ്ങളും അമല് കൊണ്ട് സ്വർഗത്തിലെത്തുകയില്ലേ? ഹബീബായ നബിയുടെ അമലിനെ കുറിച്ച് സഹാബികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ആ നിലയിൽ അവര് മുത്തുനബിയോട് ചോദിച്ചത്. ആട്ടപ്പാതിരക്ക് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ആ നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് കാലാകെ നീര് വന്ന് വീർത്ത് കെട്ടി റസൂൽ അങ്ങനെ വിഷമിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അല്ല നബിയെ എന്തിനാണ് ഇതൊക്കെ? നിങ്ങൾ ചെയ്തതും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാണ്ടെങ്കിൽ അതും എല്ലാം അല്ലാഹു മാപ്പാക്കി തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത് നബിയേ? ഇത് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ മറുപടി, ആയിഷ അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ? ഇതാണ് നബിയുടെ അമലിന്റെ അവസ്ഥ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ സന്തോഷ വാർത്ത കിട്ടിയപ്പോ നബിയോട് അത് പറയണമെന്ന് കരുതി ഞാൻ വേഗം റസൂലുള്ളാഹിനെ തെരഞ്ഞു ചെന്നു നോക്കുമ്പോ റസൂൽ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് ആരോ എന്നോട് പറഞ്ഞു. ഞാൻ വേഗം ആ തോട്ടം ലക്ഷ്യമാക്കി നടന്നു, തോട്ടത്തിലേക്ക് കയറി ചെന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങളാ തോട്ടത്തിലന്ന് തനിച്ചാണ്. റസൂലുള്ള ഞാൻ ചെന്ന് നോക്കുമ്പോ വകാന സാജിദാ, അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ നിസ്കാരത്തിലാണ്, സുജൂദിൽ കിടക്കുകയാ. ഇപ്പോൾ ആ നിസ്കാരത്തിൽ നിന്ന് തല ഉയർത്തുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ കാത്തു നിന്നു. കുറച്ചേരം നിന്നു, തല ഉയർത്തുന്ന കാണുന്നില്ല. പിന്നെയും കുറച്ചുകൂടി നിന്നു, തല ഉയർത്തുന്ന കാണുന്നില്ല. സമയം കുറെ കഴിഞ്ഞു, റസൂലുള്ള സുജൂദിൽ തന്നെ കിടക്കുകയാണ്. എനിക്ക് പേടിയാവാൻ തുടങ്ങി. എനിക്ക് ഭയം വന്നു, ഞാനാകെ വെപ്രാളപ്പെട്ടു പോയി. ഞാൻ വിചാരിച്ചു അന്ന റസൂലല്ലാഹ് ഖദ് ഖുബില ഫീ സുജൂദിഹി, അല്ലാഹുവിന്റെ റസൂലി സുജൂദിൽ വഫാത്തായോ റബ്ബേ. ഹബീബായ നബി തങ്ങൾ തല ഉയർത്തുന്നില്ലല്ലോ. എന്റെ നെഞ്ചിടിപ്പ് കൂടി വേപത് പൂണ്ട് ഞാൻ കരയാൻ തുടങ്ങി. അപ്പോഴാണ് റസൂലുള്ള സുജൂദിൽ നിന്ന് തല ഉയർത്തി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഞാൻ ചോദിച്ചു, നബിയേ ഇതെന്തൊരു സുജൂദാണ് യാ റസൂലല്ലാഹ്? ഇന്നി ലനന്തു അന്നക ഖുബിൽത ഫീ സുജൂദിക ലിതൂലി സുജൂദിക യാ റസൂലല്ലാഹ്. അങ്ങയുടെ സുജൂദിന്റെ ദൈർഘ്യം കണ്ട് ഞാൻ വിചാരിച്ചു പോയി സുജൂദിൽ നിങ്ങൾ വഫാത്തായെന്ന്. എത്ര നേരാണ് നിങ്ങൾ ഇന്ന് സുജൂദിൽ കിടന്ന് നബിയെ? നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യൻ എത്ര നേരം മുത്തുനബി ആ സുജൂദിൽ കിടന്നിട്ടുണ്ടാവും. ഇതെന്താ നബി എത്ര നേരമൊക്കെ? അപ്പോൾ പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്തത് ശുക്റൻ ലി റബ്ബി, എന്റെ റബ്ബിന് നന്ദിയായിട്ടാണ്. നബിയെ എന്തേ ഇപ്പോൾ പ്രത്യേകമായൊരു നന്ദി ചെയ്യാൻ? അപ്പോൾ പറഞ്ഞു, ഈ സുജൂദ് ഞാൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് അതാനി ജിബ്രീൽ, എന്റെ അടുത്തേക്ക് വന്നു മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നബിയെ അങ്ങയുടെ മേൽ ഉമ്മത്തിൽ നിന്ന്
ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, ആ ചൊല്ലിയവന്റെ മേൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലും നബിയേന്ന് കുറച്ച് മുമ്പ് ഈ സുജൂദിന്റെയും ഒരൽപ്പം മുമ്പ് എന്നോട് വന്ന് പറഞ്ഞതാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്റെ മേൽ ഉമ്മത്തിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ചെല്ലിയോന്റെ മേല് അള്ളാഹു 10 സ്വലാത്ത് ചൊല്ലും. അപ്പൊ ഞാൻ എന്റെ റബ്ബിന് ശുക്ർ ചെയ്യണ്ടേ? ആ ശുക്രിലായി കിടന്നതാണ്. കുറച്ചോനെ മുഅ്മിനീങ്ങളെ, ബുദ്ധിമുട്ടില്ലാത്തോലൊന്ന് എഴുന്നേറ്റിലേക്ക് ഒരു 3 സ്വലാത്തുന്നാരിയ ചൊല്ലുക. എല്ലാവരും എഴുന്നേറ്റിലേക്ക് ഒരു 3 സ്വലാത്തുന്നാരിയ. എന്താ നിയ്യത്ത്? നാളെ നമ്മളെ പരിപാടി ഉണ്ട്, മറ്റന്നാൾ നമ്മളെ പരിപാടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് അതിന്റെ പിറ്റേന്നും പരിപാടി ഉണ്ട്. ഇനിയുള്ള മജ്ലിസൊക്കെ എല്ലാ നിലയിലും പ്രൗഢാവണം. നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നിങ്ങളെ കുടുംബത്തിൽ, നിങ്ങളെ അയൽവാസികൾ, നിങ്ങളുടെ ബന്ധങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തി പേഴ്സണലായി വിളിച്ചിട്ട് പറയണം, ഇനിയുള്ള മജ്ലിസ് ഇവിടെ അദ്കാറുൽ മസാ നടക്കാണ്ട് ബഹുമാന്യനായ വലിയുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ. അതുപോലെ ബഹുമാന്യരായ കേരളക്കരയിലെ പ്രഗത്ഭരായ പ്രഭാഷകർ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളെ നാട് മൊത്തത്തിൽ അതിനുവേണ്ടി സംഘടിക്കണം. ഇതൊരു വലിയ ഒരു പരിപാടിയായി ഇൻഷാ അല്ലാഹ് ഇത് മാറണം. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. എല്ലാ റാഹത്തും അള്ളാഹു നൽകട്ടെ. എല്ലാ അർത്ഥത്തിലും ഇജാബത്തുള്ള മജാലിസിലെ മജ്ലിസിനെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാം നിയ്യത്ത് ചെയ്ത് ഒന്ന് ചൊല്ലി ഒരു 3 സ്വലാത്തുന്നാരിയ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم في كل لمحة ونفس بعدد كل معلوم لك. اللهم يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا رب محمد صلى الله عليه وسلم. ഈ ചൊല്ലിയ സ്വലാത്തുന്നാരിയ കബൂലാക്കണേ അല്ലാഹ്. അത് ഹബീബിന്റെ ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ സ്വലാത്തുന്നാരിയുടെ ബറക്കത്ത് കൊണ്ട് മുത്തുനബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. മക്കയിലെത്തണം, മദീനയിലെത്തണം. ബഹുമാന്യനായ ഉസ്താദിന്റെ കൂടെ, സയ്യിദലവി ദാരിമി ഉസ്താദിന്റെ കൂടെ ഉംറക്ക് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ആ പുണ്യഭൂമിയിലെത്താൻ നീ തൗഫീഖ് നൽകണമേ അല്ലാഹ്. നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസവും ഇവിടെ നടക്കുന്ന എല്ലാ മജ്ലിസുകളും എല്ലാ അർത്ഥത്തിലും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനേ, ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുജൂദിന്റെ ദൈർഘ്യം കണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു പറയാ, ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ സുജൂദിൽ സുജൂദിൽ വഫാത്തായെന്ന്. അപ്പൊ എത്ര നേരം സുജൂദ് ചെയ്തിരിക്കണം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കും. എല്ലാവരും നന്നായി സഹകരിക്കുക. ഇൽമിലേക്ക് ആദ്യ ദിവസത്തിൽ നമ്മൾ നീട്ടുന്ന ഒരു സദക്കയാണ്. അല്ലാഹു വലിയ ബറക്കത്ത് നമുക്ക് തരട്ടെ. അള്ളാഹു വലിയ സന്തോഷം നമുക്ക് തരട്ടെ. ഇതൊക്കെ എന്നേക്കും ദുനിയാവിലും അതിനപ്പുറം ആഖിറത്തിലേക്കും അള്ളാഹു ഒരു സന്തോഷാക്കി തരട്ടെ.
അപ്പൊ റസൂലുള്ളാഹിന്റെ ഒരു ഇബാദത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതുകൊണ്ടാ സഹാബികൾ ചോദിക്കുന്നത് വലാ അൻത യാ റസൂലല്ലാ, അല്ല നബിയെ നിങ്ങളും അമല് കൊണ്ട് സ്വർഗത്ത് കിടക്കൂലേ? അപ്പൊ റസൂൽ പറഞ്ഞു, ഇല്ല, ഞാനും അമല് കൊണ്ട് മാത്രമൊന്നും സ്വർഗത്ത് കിടക്കൂല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ ഞാനും സ്വർഗത്തിലെത്തൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആഖിറുസ്സമാന്റെ ചണ്ടികളായ നമ്മളൊക്കെ അവസ്ഥ എന്ത് പറയാനാ? അള്ളാന്റെ റഹ്മത്ത് കിട്ടാൻ ആവശ്യമായ എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. റസൂൽ പറഞ്ഞില്ലേ, സലാസത്തുൻ, 3 ഗുണങ്ങളുണ്ട്. മൻ കുന്ന ഫീഹ്, ഒരാളില്ല 3 ഗുണണ്ടായാൽ ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ, അവന്റെ ഹിസാബ് അല്ലാഹു എളുപ്പാക്കി കൊടുക്കും. വ അദ്ഖലഹുല്ലാഹുൽ ജന്നത ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ അല്ലാഹു സ്വർഗം നൽകുകയും ചെയ്യും. 3 ഗുണം ഒരാളിലുണ്ടായാൽ, ഒന്ന് ഹിസാബ് അല്ലാഹു എളുപ്പാക്കി കൊടുക്കും. ഹിസാബ് എളുപ്പായി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി ഒന്നുമല്ല. മൻ നൂഖിഷ ഹിസാബുഹു ഹലക, ഒരുത്തന്റെ ഹിസാബ് അല്ലാഹു എന്നിട്ട് കർശനാക്കി കഴിഞ്ഞാൽ എത്ര വലിയ ആബിദായിട്ടും കാര്യമല്ലട്ടോ, ഹലാക്കായി പോട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ 3 ഗുണം ഒരാളിലുണ്ടായാൽ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. വദ്ഖലഹുല്ലാഹുൽ ജന്നത ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് സ്വർഗവും കൊടുക്കും. ഇവന്റെ അമലോണ്ട് കൊടുക്കുന്നല്ല, അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം കൊടുക്കും. 3 ഗുണം ഉണ്ടായാൽ മതി. സഹാബികൾ ആവേശത്തോടെ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, ഏതാ നബിയെ ആ 3 ഗുണങ്ങളൊന്ന് പറഞ്ഞേരി. അപ്പൊ പറഞ്ഞു, 1 തൊഴുത്തി മൻ ഹറമക്ക, നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്കുക, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടതാണ്. 2 വതസിലു മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവർ, വിശിഷ്യ കുടുംബ ബന്ധം മുറിച്ചവർ, അവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കുക. വതഅഫു അമ്മൻ വലമക്ക, നിന്നോട് ദുൽമ കാണിച്ചവർക്ക് മനസ്സായിട്ട് വിശാലാക്കിയിട്ട് നീ ആയിട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. എന്നാൽ ഇത് നിന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു സ്ഥലത്ത് വയലിന് പോയി, വയലൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോ എന്നോട് അവിടുന്ന് ഒരു ഉസ്താദ് പറഞ്ഞു, ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു മരിപ്പുണ്ടായിരുന്നു, ജ്യേഷ്ഠൻ മരിച്ചു. ജ്യേഷ്ഠൻ മരിച്ചിട്ട് ആ ജ്യേഷ്ഠന്റെ നേരെ അനുജൻ ആ മരിച്ച വീട്ടിലേക്കൊന്ന് പോവുകയോ മയ്യത്ത് കാണുകയോ ചെയ്തിട്ടില്ല. എന്താ ഈ മനുഷ്യന്മാരൊക്കെ ഒരു വാശി? സംഗതി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മനുഷ്യന്മാരല്ലേ. അങ്ങോട്ടും എപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും 100% അത് കാത്തു സൂക്ഷിച്ചു പോകാൻ കഴിഞ്ഞോളൊന്നൊന്നുമില്ല. ശൈത്താന്റെ ചില ഇടപെടലുകളും ചില തെറ്റിദ്ധാരണകളും ചില വാക്കുകളൊക്കെ ഓവറായി പോയി, ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാ. സ്വന്തം ജ്യേഷ്ഠം മരിച്ചിട്ട് അനുജൻ പോയില്ല, അഞ്ചന്റെ ഭാര്യ മക്കളൊക്കെ പോയി, അഞ്ചൻ പോകാൻ തയ്യാറായില്ല. എന്താണ് ഈ മനുഷ്യന്മാരുടെ അവസ്ഥ? ഇങ്ങനെ അഹങ്കാരം എന്നല്ലാതെ എന്താ അതിനൊക്കെ പറയാ? നമ്മളെ തടിയിലുള്ള ജീവൻ പോലും പിടിച്ചു വെക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ വില നമ്മൾ നൽകുന്ന ജീവനല്ലേ. ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള സ്വത്ത് മൊത്തം വിൽക്കാനും നമ്മൾ തയ്യാറാവൂലേ? ആ ജീവൻ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത നമ്മൾ ഇങ്ങനെ അഹങ്കാരികളായി മാറിയാൽ എന്താണ് പടച്ചോനെ അതിന്റെ അവസ്ഥ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യൻ മനസ്സൊന്ന് വിശാലാക്കുക. 3 ഗുണങ്ങൾ നിന്നിലുണ്ടായാൽ അള്ളാഹു നിന്റെ ഹിസാബ് എളുപ്പാക്കി തരും. അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് നിനക്ക് സ്വർഗം നേടാ. ഏതാ 3 ഗുണം എന്നറിയോ? 1 തൊഴുത്തി മൻ ഹറമക്ക, നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് നീ കാണിക്കണം. നീ ഒരാളോട് കുടുങ്ങിയപ്പോ ഒരു 10, 2000, 5000, 10000 കടം ചോദിച്ചു തന്നില്ല, അവന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ നീ എവിടുന്നെങ്കിലുമൊക്കെ തിരിച്ച് കാര്യങ്ങളൊക്കെ നടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ നിന്റെ കയ്യിൽ ക്യാഷൊക്കെ ആയപ്പോ അവൻ വന്നിട്ട് ഒരു 5000 വേണമെന്ന് ചോദിക്കുമ്പോ അപ്പൊ ഓർമ്മ വരും, അന്ന് ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, കൊടുക്കണ്ടെന്നേ മനസ്സ് പറയൂ. പക്ഷേ ആ സമയത്ത് തൊഴുത്തി മൻ ഹറമക, നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് നീ കൊടുക്കലാണ്. വതസിലു മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കലാണ്. വലിയ കൂലിയാണ് അതിനൊക്കെ. കാരണം ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടെ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കണമെങ്കിൽ അതൊരു നിസ്കരിക്കുന്ന ബുദ്ധിമുട്ട് മാത്രല്ല, അതിന്റെ അപ്പുറമുള്ള ബുദ്ധിമുട്ടുണ്ട്.
അങ്ങനെ ജ്യേഷ്ഠത്തി അഞ്ചത്തിയും തമ്മിൽ തെറ്റി. ഈ ജ്യേഷ്ഠത്തിന് ഒരു കാര്യമില്ലാതെ തെറ്റിദ്ധാരണ വെച്ച് വേണ്ടാത്ത പലതും ആ അഞ്ചത്തി പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും നമ്മൾ കൂടെ നിൽക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഈ നാടിന് ഒരു ഇസ്സത്താണ്, ഒരു കാവലാണ്, ഒരു പ്രൗഢിയാണ്, ഒരു വെളിച്ചാണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ആ സ്ഥാപനത്തിൽ പോയി നമുക്ക് അവിടെ ഉസ്താദുമാരെ സമീപിച്ച് ആ മക്കളെ കൊണ്ടൊക്കെ ഒന്ന് യാസീൻ ഓതിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണേ എന്ന് പറയാനൊരവസ്ഥ ഉണ്ട് എന്നുള്ള ചെറിയ സംഗതിയാണോ? അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന് വേണ്ടി 24 മണിക്കൂറും എന്ന പോലെ ഒഴിഞ്ഞു വെച്ച ഒരു ടീം അവരൊന്നിച്ചിരുന്ന് ആ മരണപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞ് അവരുടെ ഹളറത്തിലേക്ക് എല്ലാരും കൂടി ഒരു യാസീൻ ഓതിയിട്ട് മനസ്സറിഞ്ഞൊന്നായിട്ട് ഹദിയ ചെയ്ത് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്നത് കിട്ടുന്നത് ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ വിചാരിച്ചോ? വലിയ സംഗതിയാ. അതിനൊക്കെ ഇസ്സത്തോടത് മുന്നോട്ട് പോണ്ടേ? നമ്മളുടെ ഒരു കുടുംബമായിട്ട് അതിനെ നമ്മളായിട്ട് ഏറ്റെടുക്കുക. നമ്മൾ അതിലുള്ള ഒരു അംഗാണ്ടാവുക. അതിന്റെ കോട്ടം നമ്മുടെ കോട്ടായിട്ട് നമ്മൾ കാണുക. അതിന്റെ നേട്ടം നമ്മുടെ നേട്ടമായി നമ്മൾ കാണുക. എന്ത് വില കൊടുത്തും മങ്ങലില്ലാതെ ഒരു ആടി ഉലയലുമില്ലാതെ അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോ മറ്റുള്ളവർക്കല്ലേ അതിന്റെ ഖൈറ് കിട്ടുന്നത്? ഇൽമു ഇവിടെ നിലനിൽക്കുമ്പോ അതിന്റെ ഖൈറ് മറ്റുള്ളവർക്കല്ലേ കിട്ടുന്നത്? അത് ഒരു കാരുണ്യമുള്ള മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അതാണ് വഖൽബുൻ റഹീം. മൂന്നാമത്തേത് സ്വർഗ്ഗക്കാരന്റെ അലാമത്ത്. വലിസാനുൻ ലതീഫുൻ റത്ബും മിൻ ദിക്രില്ലാഹ്. ദിക്റുല്ലാഹി കൊണ്ട് പച്ചയായൊരു നാവാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത വിധം മൃദുലമായി സംസാരിക്കുന്ന നാവ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നാവ് കൊണ്ട്, നമ്മളുടെ നാവ് കൊണ്ട് ഒരാളുടെ കൽബിൽ മുറിവ് പറ്റുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ചങ്ങായി നല്ല ഉറക്കില്ലാന്ന് പറഞ്ഞു നീച്ചവര്, പക്ഷെ ആ ഉറക്ക അവസാനം തുറക്കാം. അടുത്തുള്ള ആളുകൾ പോലും അറിഞ്ഞില്ല, റൂഹ് മലക്കുൽ മൗത്ത് കൊണ്ടുപോയി. ഇത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. പഠിച്ചവനെ അല്ലാഹുവേ ഞങ്ങളൊക്കെ മരണറാഹത്തുള്ള മരണാക്കി തരണേ അല്ലാ. അതുകൊണ്ട് മുമ്മിനെ ഈ മരണം നന്നാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. ജീവിതം നന്നാക്കലാണ്, വേറൊരു മാർഗവും അതിനില്ല. വേറെ എന്ത് കാര്യമാണെങ്കിലും സാരല്ല, ഇതിങ്ങനെയായിട്ട് പോട്ടെ, അടുത്ത നമുക്ക് ഉഷാറാക്കാന്ന് പറയാം. വാർഷിക പരിപാടിയൊക്കെ ഗംഭീരാക്കാൻ പ്ലാൻ ഇട്ടു, പറ്റാവുന്നത് പോലെയൊക്കെ അതിനു വേണ്ടി എല്ലാം ചെയ്യേണ്ടിയൊക്കെ ചെയ്തു. പക്ഷെ എന്തോ പരിപാടി റാഹത്തായില്ല. സാരല്ല, സംഘാടകർക്ക് ഒരുമിച്ച് കൂടിയിട്ട് പറയാ ഇതിങ്ങനെ പോട്ടെ, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം എല്ലാ പോരായ്മയും പരിഹരിച്ച് ഗംഭീരായിട്ട് നമുക്ക് നടത്തണം എന്ന് പറഞ്ഞ് സമാധാനിക്കാം. എന്ത് പരിപാടി മോശമായ സാരല്ല, ഇനിയുണ്ടല്ലോ നമുക്ക് പിന്നെ ഉഷാറാക്കാന്ന് പറയാ. ഒരുത്തം മരിക്കാൻ കിടക്കുക, വേദന തുടങ്ങി. വേദന എങ്ങനെ തുടങ്ങിയപ്പോ ഇവന് ഉറപ്പായി, പഠിച്ചോനെ നിന്റെ മരണവേദനയാണല്ലോ അല്ലാ, ഇതിന്റെ മരണവേദനയാണ്. അവന് ബോധ്യം വന്നു, എന്റെ മരണം റാഹത്തുള്ള മരണമല്ല, എന്റെ പോക്ക് സ്വർഗത്തിലേക്കുള്ള പോക്കല്ല. സുബ്ഹാനല്ലാഹ്. എന്ത് ചെയ്യാൻ പറ്റും? സാരല്ല, ഈ മരണം എങ്ങനാട്ട് പോട്ടെ, അടുത്ത ഉഷാറാക്കാം. പറയാനൊരു ചാൻസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ചാൻസേ ഉള്ളൂ. അത് നന്നാവണം. അത് നന്നാവണമെങ്കിൽ ജീവിതം നന്നാവണം. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. നാളെ മറ്റന്നാളൊക്കെ വിപുലമായ പരിപാടി നമുക്കിവിടെ നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ലിസാനുൽ ലത്തീഫുൻ, മൃദുലമായി ആളുകളോട് സംസാരിക്കുന്ന ഒരു നാവ്. മറ്റുള്ളവരുടെ മനസ്സിന് മുറിവേൽക്കുന്ന വിധത്തിലുള്ളൊരു വാക്കും പറയരുത് നമ്മൾ. ഒരു കത്തി കൊണ്ടോ ഒരു മുള്ളുകൊണ്ടോ ഒക്കെ മുറിയായാൽ പെട്ടെന്ന് ഉണങ്ങിയേക്കാം. പക്ഷെ നാവ് കൊണ്ട് ഏൽക്കുന്ന മുറി ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഉണങ്ങൂല. ഒരു മുള്ളുകൊണ്ടോ കുന്തം കൊണ്ടോ മുറിവേറ്റാൽ അത് പെട്ടെന്ന് ഉണങ്ങിയേക്കാം. വലായൽ താമോ മാ ജറഹൽ ലിസാനോ, നാവ് കൊണ്ട് ഏൽക്കുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ നാവ് കൊണ്ട് ഒരാളെ കൽബിൽ മുറിവേൽക്കുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അതുപോലെ തന്നെ പ്രശ്നമാണ് എഴുത്തുകളും. ശ്രദ്ധിക്കണം,
എന്തും ആരെക്കുറിച്ചും എഴുതി വിടാമെന്ന് ചിന്തിക്കരുത്. ആ വിഷയത്തിലൊന്നും ഒരു ശ്രദ്ധയും പലർക്കും ഇല്ല. അള്ളാനെ പേടില്ല. ഏതെങ്കിലും റൂമിന്റെ മുക്കിലും മൂലയിലും ഇരുന്നിട്ട് മഹാന്മാരെ കുറിച്ച് പോലും പലരും എഴുതിയായിട്ട് വിടുക തന്നെ. സഹോദരാ സഹോദരാ, എഴുതുന്നവൻ മരിക്കും, ഇല്ലാതെയാകും, എഴുതപ്പെട്ടത് ഇല്ലാതെയാകില്ല. സോഷ്യൽ മീഡിയകളിലൊക്കെ എഴുതി വിടുന്നവർ ചിന്തിക്കണം, നീ എഴുതിയ ആ മെസ്സേജ് ഉണ്ടല്ലോ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് നിമിഷ നേരം കൊണ്ട് എത്തുന്നുണ്ട്. നീ അത് പിൻവലിച്ചാലും ഡിലീറ്റ് ചെയ്താലും അത് ആയിരങ്ങളുടെ അടുത്തുണ്ടവര് വായിക്കുകയാണ്. ഒമാമിൻ കാത്തിബിന്നില്ല സയഫനാ സയുബ്ഖി الدهر ما كتبت يداه. ശ്രദ്ധിക്കണം, ഈ പറയുന്നത് ശ്രദ്ധിക്കണം. എഴുതിയ ആളാണ്ട് മരിച്ചു പോകും, എന്നാൽ എഴുതപ്പെട്ടതോ എന്നെന്നും ഇവിടെ ബാക്കിയാകും. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് നീ എഴുതിയത് നാളെ പരലോകത്ത് നിന്നെ കാണിക്കപ്പെടുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടുന്നതാവണം. നാളെ നിന്റെ മഹ്ശറയിൽ ഇതൊക്കെ നീ എഴുതിയതല്ലടാന്ന് ചോദിക്കുമ്പോ അത് കാണിച്ചു തരുമ്പോ അത് കണ്ടിട്ട് സന്തോഷിക്കാൻ പറ്റിയതേ എഴുതാവൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, അത് വലിയ ഗീബത്താണ്, അത് നശിപ്പിക്കുന്ന ഗീബത്താണ്. അൽ ഗീബത്തു വശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തേക്കാൾ ഗൗരവമാ. അതുകൊണ്ട് സ്വർഗ്ഗക്കാരന്റെ അലാമത്താണിത്. വലിസാനുൽ ലതീഫുൻ, മൃദുലമായി സംസാരിക്കുന്ന നാവ്. റത്ബും മിൻ ദിക്രില്ലാ, ദിക്റുള്ള കൊണ്ട് പച്ചയായ നാവ്. പിന്നെയോ വജ്തിനാബുൽ മഹാരിമി, അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് സ്വർഗ്ഗക്കാരന്റെ അലാമത്താണ്. അള്ളാനെ പേടി ചെയ്യാൻ പോതില്ലാഞ്ഞിട്ടല്ല, എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാനെന്ന ചിന്ത. വലഖദ ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും ഞാൻ അറിയുന്നല്ല അല്ലാഹ് പറഞ്ഞത്. അല്ലാഹനെ പേടിച്ചിട്ട് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക. വഹുസ്നുൽ ഖുൽഖി സ്വൽസബാബവും, ഇതെല്ലാം ഒരു സ്വർഗ്ഗക്കാരന്റെ അലാമത്താണ്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, ആ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയവരിൽ നമ്മൾ പെട്ടുകിട്ടണം. അതിനായി ഇങ്ങനെയുള്ള മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തണം. അതിനായി മജ്ലിസിൽ ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ദീനീ സംരംഭങ്ങളെ വേണ്ട വിധം സഹായിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, നമ്മളെ ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ ഈ ഒരു സംഗതി നമ്മൾ പറയാ. ഇനി ഇവിടെ നടക്കുന്ന മജ്ലിസിനെ കുറിച്ച് നമ്മൾ അവരോട് പറയാ. ഈ പരിപാടിയിലേക്ക് അവരെ ക്ഷണിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് എന്നേക്കും നമുക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, ഖബറിലേക്ക് ഒരു വെളിച്ചം കിട്ടുന്ന മജ്ലിസായി കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ കരീം ഉസ്താദ് മരിച്ചില്ലേ? ബഹുമാനപ്പെട്ട കരീം ഉസ്താദ് വഫാത്തായി. കരീം ഉസ്താദ് വഫാത്തായി കിടക്കുന്ന ഒരു ഫോട്ടോ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് സ്റ്റാറ്റസ് വെച്ചിരുന്നു. മയ്യത്ത് കണ്ടവർ പലരും ഉണ്ടാവും. ദാരിമി ഉസ്താദ്, നിങ്ങളെന്താ സ്റ്റാറ്റസ് അല്ലേ? ചിരിച്ച പല്ല് കാണിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ വെച്ചു. എന്താണ് ആ ഒരു ചിരി റബ്ബേ, എന്താണ് റബ്ബേ, അല്ലാഹുവേ, ജീവിതം മുതലാക്കിയല്ലോ മനുഷ്യൻ. നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കും നിങ്ങളെ മരണം എന്ന് പറഞ്ഞില്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട പല പരിപാടിയിലും ഉസ്താദിന്റെ ഒപ്പരം ഞാൻ പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. മുഅ്മിനീങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടിയായിട്ട് ജീവിച്ചപ്പോ ഞാൻ നേരത്തെ അവിടെ നിന്ന് പറയുകയും ചെയ്തു, നമ്മുടെ മഹലിന്റെ, പാലന്തോട് മഹലിന്റെ ഖാദിം കൂടിയായിരുന്നു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ജീവിതം ഇൽമിന് വേണ്ടിയായിട്ട് നീക്കി വെച്ചപ്പോ, അള്ളാന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി നീക്കി വെച്ചപ്പോ അള്ളാഹു ഏറ്റെടുത്തു. ചിരിച്ച് ആ മനുഷ്യനായിട്ട് മരിച്ചു. ചില മരണം അങ്ങനെയാണ്. എൻ്റെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, കടമേരി റഹ്മാനിയ അറബി കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന. അന്ന് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായിരുന്നു അവിടെ കൂട്ടിലങ്ങാടി അബ്ദുൽ അസീസ് ഉസ്താദ്. അപ്പൊ ഉസ്താദ് വഫാത്തായപ്പോ എല്ലാരും പോയി. ആ മരണ വീട്ടിലുള്ള ചർച്ച എന്താണെന്നറിയോ? ഉസ്താദിന്റെ ചിരിയെ കുറിച്ചാണ്.
റാഹത്തായിട്ട് മനുഷ്യൻ ചിരിച്ചിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ എല്ലാവരും കണ്ണാണ്ട് തുറന്ന തിരിച്ചാണ്ട് ചിരിക്കും, അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ കൂട്ടിലങ്ങാളിയിൽ തന്നെ വേറൊരു ഉസ്താദുണ്ട്. ആ ഉസ്താദ് തീരെ സുഖമില്ലാതെ അന്ന് വിശ്രമത്തിലായിരുന്നു. ഞങ്ങൾക്ക് ബുഖാരിയൊക്കെ വെച്ചിരുന്നത് കൂട്ടിലങ്ങാടിയുടെ അലി ഉസ്താദ്. അപ്പൊ മയ്യത്തൊക്കെ മറവ് ചെയ്ത് അലി ഉസ്താദിനൊന്ന് സന്ദർശിക്കാൻ ചെന്ന് ഞാൻ പറഞ്ഞു, ചിരിച്ചിങ്ങനെ കിടക്കുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ പിന്നോട് വെച്ചു, എന്തിനാ ഈ പോലെ എന്ന് പറയണത്? പോലെ എന്ന് പറയണ്ടല്ലോ, ചിരിച്ചു കിടക്കന്നെ, അത് പോലെ അല്ല. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉസ്താദ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ സുബ്ഹിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. ഇന്നലെ ഇങ്ങനെ എൻ്റെ ഒരു ഉസ്താദ് മരിച്ചിരുന്നു, കൂട്ടിലങ്ങാടിയിലെ അബ്ദുൽ അസീസ് ബാഖവി ഉസ്താദ്. ശരിക്കും ഇങ്ങനെ ചിരിച്ച് കിടക്കന്നെ. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ്, അദ്ദേഹത്തെ ഞാൻ അറിയും, പക്ഷെ ഇന്നലെ വളരെ വൈകിയാണ് പരിപാടി കഴിഞ്ഞ് എത്തിയത്, കുറച്ച് ദൂരത്തായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് ഓതിയിരുന്ന ഒരു അബ്ദുറഹ്മാൻ വഹബി ഉണ്ട്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഈ അബ്ദുൽ അസീസ് മുസ്ലിയാർ, എനിക്കറിയാം. അപ്പൊ അങ്ങനെ ശരിക്കും ചിരിച്ച് കിടക്കാന്ന് പറഞ്ഞ പിന്നോട് ഉസ്താദ് ഇങ്ങനെ ഒന്ന് ശ്വാസം ഇട്ട് വലിച്ചു വിട്ടിട്ട് പറഞ്ഞു, ചരിത്രത്തിൽ അങ്ങനെ പല മഹാന്മാരുണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ റബീഉ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം റസൂലുള്ളാഹി അങ്ങനെ ചില ഹദീസ് പറഞ്ഞപ്പോ, ഇനി എന്റെ മടക്ക സ്ഥലം ഏതാണെന്ന് 100% ബോധ്യപ്പെടാതെ ഞാൻ ചിരിക്കൂല എന്ന് സത്യം ചെയ്തു. ഇനി ഞാൻ ചിരിക്കൂല, എനിക്ക് പോകാനുള്ള സ്വർഗത്തിലേക്കാന്നിട്ട് ഉറപ്പ് കിട്ടിയാലേ ഞാൻ ചിരിക്കുള്ളൂ എന്ന് സത്യം ചെയ്തിട്ട് പിന്നെ മരിക്കോൾ അദ്ദേഹം ചിരിച്ചില്ല. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഓതുക, വഖാല ഗാസിലുഹു, അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നവർ പറയാണ്, കുന്നാ നഗ്സിലുഹു വഹുവ യളഹഖു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്, അദ്ദേഹം അങ്ങനെ ചിരിക്കുന്നുണ്ട്. ചെറുശ്ശേരി ഉസ്താദിന്റെ ആ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഈ രംഗം ഞാൻ ഓർത്തുപോയി. ചെറുശ്ശേരി ഉസ്താദിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും എന്താണ് ആ ഒരു റാഹത്ത് റബ്ബേ എന്നതുപോലെ ബഹുമാന്യനായ കരീം ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചൂടെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ദീനുമായി ബന്ധപ്പെട്ട ഇൽമിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നമ്മൾ കൂടെ നിന്ന് ആവുന്നത് ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഒരു സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും തീർച്ചയായും അനുഭവിക്കാൻ നമുക്കൊക്കെ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. 10-20 കൊല്ലായി ഈ ഒരു സംരംഭത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടി ബഹുമാന്യനായ സയ്യിദ് ഉസ്താദ് പരിശ്രമം നടത്തുന്നു. അള്ളാഹു എല്ലാ ശക്തിയും നൽകട്ടെ, എല്ലാ ഹിമ്മത്തും അള്ളാഹു നൽകട്ടെ, എല്ലാ ഹിക്മത്തും അള്ളാഹു നൽകട്ടെ. ഇതൊക്കെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ അർത്ഥത്തിലുമുള്ളൊരു സന്തോഷത്തിന്റെ കാരണമാക്കി അള്ളാഹു മാറ്റട്ടെ. പ്രിയപ്പെട്ടവരെ ദീർഘിപ്പിക്കുന്നില്ല, ഇനി നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്യാനുള്ള ലിസ്റ്റ് ഉണ്ട് ഇൻഷാ അല്ലാഹ്.